ഹലോ ഗായ്സ്, ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ കണ്ടത് ഇതാണ്. അയ്യോ, ആ ചേട്ടനല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ആലേനടുത്ത് കുറേ ആൾക്കാരുണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പോയി നോക്കിയതാണ്. അപ്പോഴാണ് അറിയണത് നമ്മുടെ ഒരു പശുവിനെന്ന് വിറ്റു കേട്ടോ. വേറെ ഒന്നുമല്ല, അമ്മയ്ക്ക് പശുവിനെ കറക്കാനും കാര്യങ്ങളും കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ കുറേ പശുക്കളുണ്ടല്ലോ, അപ്പോൾ അതിലൊരാളെ ഇന്ന് വിറ്റു. ഇന്നലെ രാത്രി അവൾ നൈസായിട്ടൊന്ന് പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവളോട് ചോദിച്ചു, ഞാൻ പ്രസവിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടുകാരും കെട്ടിയോൻ്റെ വീട്ടുകാരും നാട്ടുകാരെയും മൊത്തം അറിയിച്ച് ഒച്ചപ്പാടും ബഹളമായി ആശുപത്രി മൊത്തം തിരിച്ചു മറിച്ചിട്ടാണ് ഞാൻ പ്രസവിച്ചത്. പക്ഷേ ഇവളാണെങ്കിൽ ഒരു മനുഷ്യനെ അറിയിക്കാണ്ടാണ് പ്രസവിച്ചത്. അമ്മ രാത്രി പശുവിന് പുല്ലൊടുക്കാൻ വേണ്ടി പോയേക്കുമ്പോഴാണ് ആലയിൽ പുതിയൊരാൾ ഇങ്ങനെ നടന്ന് കളിക്കുന്നത് കണ്ടത്. എന്തായാലേ അവരൊക്കെ ജനിച്ച പാട് നടക്കണു. അങ്ങനെ ഇതാ അമ്മേനോടൊക്കെ ചച്ച ബൈ ബൈ പറഞ്ഞ് അവർ പോവുകയാണ്. ഒരു കുഞ്ഞ് വാവയുണ്ട് കേട്ടോ, പെൺകുട്ടിയായിരുന്നു. ദാറ്റ് മീൻസ് പശുക്കുട്ടിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ അമ്മേനോട് ചച്ച ബൈ ബൈ പറഞ്ഞവർ വരികയാണ്. ഇന്നലെ രാത്രി ഇവിടെ പ്രസവിച്ചപ്പോൾ തന്നെ ഞാൻ കല്യാണീനെ വിളിച്ച് പറഞ്ഞു, വേടി ഇവിടെ ഒരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ട്, അപ്പം മിക്കവാറും നിൻ്റെ ആൺകുട്ടിയായിരിക്കുന്നു. പണ്ടുള്ളവർ അങ്ങനെ പറയില്ലേ, നമ്മളെ വീട്ടിലെ പെറ്റ്സ് പ്രസവിക്കുമ്പം അത് എന്ത് കുട്ടിയാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇനി വരാൻ പോണ കുട്ടിയെന്ന്. അങ്ങനെയൊക്കെ ഞങ്ങൾ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുള്ളൊരു പശുക്കുട്ടിയായിരുന്നു കേട്ടോ. സാധാരണ ഞങ്ങൾ പശുക്കുട്ടിനെ കിട്ടാനായിട്ടല്ല പേരിടാൻ നിൽക്കും, പക്ഷേ ഇത്തവണ അവളെ കൊടുക്കുകയാണ് ഞങ്ങൾ പേരൊന്നും ഇല്ലാതെ കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവർ പോവാണ് ഗായ്സ്. അങ്ങനെ ഞാൻ പോണതിന് മുമ്പേ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇതാ തള്ളപ്പശു കണ്ടില്ലേ, കുഞ്ഞിനെ കിട്ടൂലെന്ന് വെച്ചാൽ അതിന് ഉമ്മച്ച് ഇരിക്കുകയാണ് കേട്ടോ. അല്ലുട്ടൻ ഇന്നലെ പറഞ്ഞതാണ് കോമഡി, തുമ്പീനെ പോലെ നല്ലതാ ഇവിടെ പശു പ്രസവിച്ച പാടും പശുക്കുട്ടി എണീറ്റ് നടക്കുന്നുണ്ട് എന്നിട്ടോ. ആ കുട്ടി നടക്കണ കണ്ടിട്ട് അല്ലുട്ടന് ഭയങ്കര അത്ഭുതമായിരുന്നു. കണ്ട അമ്മേ, തുമ്പിയൊക്കെ കുറേ കഴിഞ്ഞിട്ടല്ലേ നടന്നത്, പശുക്കുട്ടി എന്ത് പെട്ടെന്നാണ് നടക്കണേന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്തായാലും രാവിലെ തന്നെ അവരോട് ടാറ്റ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു സങ്കടം കേട്ടോ. അങ്ങനെ അവർ പോയി ഗൈസ്.